ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. നിങ്ങളെല്ലാം ഗോതമ്പ് ദോശ തിന്നിട്ടുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി, പക്ഷേ ഒരു ഗോതമ്പ് ദോശ നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ഗോതമ്പ് ദോശേൻ്റെ സാധനം ഇത് ഇച്ചിരി പൊട്ടിപ്പോയി ഗൈസ്, ഇച്ചിരി പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ മറിച്ചിടാൻ പോകുന്നതിലേക്ക് മറിച്ചിട്ട് എങ്ങനെയുണ്ട്? പൊറോട്ട പോലെയില്ല, ഉണ്ടോ? പൊറോട്ട പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാരിങ്ങനെ കണ്ടിട്ടുണ്ടോ ഗോതമ്പ് ദോശ ഇടുന്നത്? എത്ര സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ മടക്കി പൊറോട്ട രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ഇടാവുന്നതാണ്. കണ്ടോ? നല്ല പൊറോട്ട. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ചട്ടിയിലേക്ക് ഇടാൻ പോകുന്നു. ഒരു ദോശ ഉണ്ടാക്കാൻ പോകുന്നു. ഇങ്ങനെ ഒഴിച്ച് നല്ല സ്ലോ പരത്തണം, പൊട്ടയാവാൻ പാടില്ല. വെച്ചിട്ട് ഇങ്ങനെ സ്ലോ പരത്തി, ചൂടല്ല അപ്പോൾ കണ്ട പുറകിൽ വരുന്നു, ഇങ്ങനെ പരത്തി കൊടുക്കണം ഗൈസ്. അപ്പോൾ അത് മാങ്ങ പോയ അണ്ടനെ പോലെ ആയിട്ടുണ്ട് ഒരു സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തൂക്കണം. അപ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ എടുക്കാൻ പോകുന്നു. മേലെ കൂടെ കുറച്ച്, ജാസ്തി പാടില്ല, കുറച്ച് ഇങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങോട്ട് തൂകുക. ഓക്കെ, അപ്പോൾ എണ്ണ ഒഴിച്ച്, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടറിയാൻ മൂടുന്നത്? കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ കുറച്ച് റെഡി ആയിട്ടുണ്ട്. സാമ്പാർ കഴിച്ചാൽ നല്ല സാമ്പാർ. കണ്ടോ ഗൈസ്? എങ്ങനെയുണ്ട് സാമ്പാർ? നമ്മുടെ തമിഴ്നാട് സാമ്പാർ കണ്ടോ? സൂപ്പറല്ലേ? തമിഴ്നാട് സാമ്പാറാണിത്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സാമ്പാർ നമ്മളിവിടെ റെഡി. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്, ഗോതമ്പ് ദോശ. അപ്പോൾ നമ്മളുടെ പിന്നെ നമുക്ക് ഇന്ന് ഉച്ചത്തെ കറി എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ, ഓണിയൻ, ടൊമാറ്റോ ഇതെല്ലാം വെച്ച് അരച്ചിട്ട് ഒരു ചിക്കൻ കണ്ടിരിക്കുന്നത്, ചിക്കൻ കറിയും കൂടെ നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഒരു സൂപ്പർ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെടി നിറയെ പൂവിരുന്നത് കണ്ടു ഗൈസ്, എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. കണ്ടോ? നിങ്ങൾ കാണുന്നു ഇത്രയും പൂക്കൾ, എന്ത് ഭംഗി അറിയാം ഈ ചെടി കാണാൻ, എന്താ ഭംഗി. അതുപോലെ നമ്മുടെ കുഞ്ഞി തക്കാളീൻ്റെ ചീരയാണിത്. കണ്ടോ? ഇതും കുഞ്ഞി തക്കാളീൻ്റെ ചീര ഗൈസ്. ഈ ചെടി എന്ത് ഭംഗി അറിയാം കാണാൻ. കണ്ടോ വിരിഞ്ഞ് വെക്കുന്നത് എങ്ങനെയുണ്ട്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന മണി പ്ലാന്റ് എന്ത് സൂപ്പറായിട്ട് വളരുന്നു ഗൈസ്. നമ്മുടെ ബുക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വളരുന്നുണ്ട് ചെടി. കണ്ടോ? പിന്നെ നമ്മുടെ ബുദ്ധ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട ഗോതമ്പ് ദോശ ഉണ്ടോ? എങ്ങനെയുണ്ടെന്ന്? സൂപ്പറല്ലേ ഗൈസ്? അപ്പോൾ ഇത് മാറ്റം ഉണ്ടോ ഗൈസ്? നമ്മുടെ ദോശ ഉണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ദോശ? കണ്ടോ ഗൈസ്? പൊറോട്ട തന്നെ നോക്ക്. നിങ്ങൾക്കും ചുറ്റും നല്ല തിന്ന, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം മട്ടൻ കറി വെച്ചിട്ട് തിന്നേക്കുന്നല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ എന്താണ് മൈദ ദോശ റെഡി. കണ്ടോ? പൊറോട്ട പോലെ ഉണ്ട്. നോക്ക്, പൊറോട്ട പോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് തിന്നാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറും പൊറോട്ട ഗോതമ്പ് ദോശയും ഞാൻ കാണിച്ചു തരാം. അതിൽ ഇച്ചിരി കടലച്ചട്ടി അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ.